പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടുതൽ ഭയാനകമായ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. കേവലം വ്യോമാക്രമണങ്ങളിൽ നിന്ന് മാറി അതിശക്തമായ ഒരു കരയുദ്ധത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന വലിയ പോരാട്ടത്തിനായി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് സജ്ജരാകുന്നത്. ലോകം മുഴുവൻ വലിയൊരു ആശങ്കയോടെയാണ് ഈ യുദ്ധ സജ്ജീകരണങ്ങളെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ പോരാട്ടം അതിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലാണ്. ഇറാനിലെ ഖാരാജ് നഗരത്തിൽ സർക്കാരിന് അനുകൂലമായി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങി അണിനിരുന്നത്. അതേസമയം ഇറാനെതിരെ കരയുദ്ധം ആരംഭിക്കാൻ ചില ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. ഇതിനിടെ അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഏറ്റവും വലിയ പാലമായിട്ടുള്ള B1 ഭാഗികമായി തകർക്കപ്പെട്ടു. 8 പേർ ഇവിടെ കൊല്ലപ്പെടുകയും 95 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇറാനിലെ കൂടുതൽ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. യുദ്ധം ഇപ്പോൾ ഇറാനിലും ഇസ്രായേലിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇസ്രായേൽ സേന തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ്. 1000-ലധികം പേർക്കാണ് ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിന് മറുപടിയായി യമനിലെ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് തുടർച്ചയായി മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു. ഗൾഫ് മേഖലയിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബഹ്റൈനിലെ ആമസോൺ ഡാറ്റാ സെന്ററിലും ദുബായിലെ ഒറാക്കിൾ ഡാറ്റാ സെന്ററിലും ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടെങ്കിലും ദുബായ് അധികൃതർ ഇത് നിഷേധിച്ചിട്ടുണ്ട്. യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയും സാരമായി ബാധിച്ചു തുടങ്ങി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുപ്രധാന കപ്പൽ ഗതാഗതം വലിയ പ്രതിസന്ധിയിലാണ്. ഈ പാതയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി ഉടൻ വോട്ടെടുപ്പ് നടത്തും. എണ്ണ വിപണിയിലെ അനിശ്ചിതത്വം കാരണം ആഗോള തലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ആണവായുധം നിർമ്മിക്കാനുള്ള ഇറാന്റെ നിരന്തര ശ്രമങ്ങളാണ് ഈ സൈനിക നടപടിക്ക് കാരണമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം. എന്നാൽ അമേരിക്കയുമായി യാതൊരുവിധ ഒത്തുതീർപ്പ് ചർച്ചകൾക്കും ഇല്ലെന്ന് നയതന്ത്രത്തിന്റെ മറവിൽ സൈനിക നീക്കം നടത്താനാണ് അവർ ശ്രമിക്കുന്നതെന്നും ഇറാൻ തിരിച്ചടിക്കുന്നു. പശ്ചിമേഷ്യയിലെ ഈ മരണക്കൊയ്ത്തും വിനാശവും ഉടൻ അവസാനിച്ചേ തീരൂ എന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുതെന്നാണ് റഷ്യ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകിയിരിക്കുന്ന താക്കീത്. വ്യോമാക്രമണങ്ങൾക്ക് പുറമെ ഒരു കരയുദ്ധത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങിയാൽ പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ വലിയൊരു സാമ്പത്തിക മാനുഷിക ദുരന്തത്തെ നേരിടേണ്ടി വരും. വരും ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ലോകത്തിന് അത്യന്തം നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.